പോലീസുകാർ അനുഭവിക്കുന്ന സമ്മർദ്ദം, അവരനുഭവിക്കുന്ന പ്രതിസന്ധി, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതുകൂടി സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ അടുത്ത് പുറത്തു വന്ന ഷാഹി കബീർ സംവിധാനം ചെയ്ത റോന്ത് എന്നൊരു സിനിമ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് റോഷനും ദിലീഷ് പോത്തനുമാണ് അതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. റോഷൻ വളരെ യുവാവായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. ആ സിനിമയുടെ അവസാനം അയാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. അത് ഈ കഴിഞ്ഞ ഒരു 5 വർഷം 2019 മുതൽ 2024 വരെയുള്ള ഒരു കണക്ക് പ്രകാരം 81 പോലീസുകാരാണ് പോലീസ് സേനയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 15 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും പറയുന്നു. അതായത് ഇതെല്ലാം ജോലിഭാരം കൊണ്ടാണ്, സമ്മർദ്ദം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇത് വലിയ കണക്കാണ്. അതായത് 81 പേരെന്ന് പറയുമ്പോൾ 15 പേരാണ് ഒരു വർഷം പോലീസ് സേനയിൽ ആത്മഹത്യ ചെയ്യുന്നത്. അത് ഗൗരവമുള്ള കണക്കാണ്. പക്ഷെ അവരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ, അവരുടെ ജോലിഭാരം കുറയ്ക്കാൻ എന്ത് തരത്തിലുള്ള നവീകരണങ്ങളാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതും, അതായത് ഈ ഒരു കണക്കിനെ തട്ടിച്ചു നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഷ്കാരങ്ങളും വന്നിട്ടില്ല എന്ന് പറയാം. ഇപ്പം സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യാം എന്നൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഈ യോഗ മറ്റൊരു തരത്തിൽ ഇവർക്ക് സമ്മർദ്ദമായി മാറുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പോലീസുകാരുടെ സ്വയം വിരമിക്കലിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇതേ കാലയളവ്, അതായത് 2019 മുതൽ 2024 വരെയുള്ള 5 വർഷത്തിനിടയിൽ 175 പേരാണ് സ്വയം വിരമിച്ചത്. 2023 സർവകാല റെക്കോർഡാണ് കേരളത്തിലെ പോലീസുകാർ സ്വയം വിരമിച്ചത്, ഒരു ഒറ്റ വർഷത്തെ കണക്ക്. അതായത് അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ പോലീസുകാർ സ്വയം വിരമിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് പരമാവധി ഈ വിരമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ല, അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിരമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത് അനുമതി കൊടുക്കാതിരിക്കാൻ നീട്ടിവെക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ ക്രിയാത്മകമായിട്ട് ഇത്തരം പ്രശ്നങ്ങളെ കാണുകയോ പരിഹരിക്കാനോ യാതൊരു നടപടിയും യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല. പിന്നെ പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊളോണിയൽ ഒരു ഹാങ് ഓവറിൽ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ഇത്രയും കീഴുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും നമ്മൾ ഇത്രത്തോളം വിധേയത്വത്തോടു കൂടി ജോലി ചെയ്യുന്ന മറ്റ് ഏതെങ്കിലും ഇടങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല ശരിക്കും. അതായത് ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് ഒരു ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാം എത്ര തവണ അയാൾ ഓരോ വാക്കിലും സാർ എന്ന് പറഞ്ഞിട്ടാണ് അവര്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു കൊളോണിയൽ സംവിധാനത്തിനെ ഒന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള യാതൊരു പരിഷ്കാരങ്ങളും അതിപ്പോ ഈ 5-10 വർഷം കൊണ്ട് മാത്രമല്ല, ഇത്രയും വർഷമുള്ള കാലത്ത് ഒരു നവീകരണം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്.